ഇതെന്നാന്നറിയാം ഗൈസ്, ഇത് ചക്കക്കുരു പൊളന്നിട്ട പോലെ ഉണ്ട്, പക്ഷേ ഇത് ചക്കക്കുരു അല്ല കേട്ടോ, ഇത് ഈന്തും കായാണ്. ഈന്തും കായ് എന്ന് പറഞ്ഞാൽ ഇതാ ഇങ്ങനെ മൂടനായിട്ടുള്ള സംഭവമാണ്. ഇത് പൊളന്നതിന് ശേഷമാണ് ഞാൻ കാണുന്നത് ഈന്തും കായ്. പണ്ടെങ്ങനെയാണെന്ന് ഇത് വിഷം കളിയാന്നെല്ലാം പറഞ്ഞിട്ട് പിന്നെ കെട്ടി അല്ല കെട്ടി വെള്ളത്തിൽ കെട്ടിയിട്ടിട്ട് 7 ദിവസം വെള്ളത്തിൽ കെട്ടിയിട്ടിട്ട് 7 ദിവസമെല്ലാം കഴിഞ്ഞ് അപ്പോഴൊക്കെ ഇതിൻ്റെ വിഷം പോയിട്ടാകുമ്പോൾ ഇത് എടുക്കുക. ഇതെന്നിട്ട് ഇതിനെ കൊണ്ട് വിട്ടും ദോശയെല്ലാം ആക്കുമെന്ന് പറയുന്ന കേൾക്കാം. ഇതെന്തെല്ലാം കേൾക്കുന്നത് ദൈവമേ, നമ്മളൊന്നും അറിയില്ല. നമ്മളെല്ലാം പണ്ട് നമ്മളമ്മയെല്ലാം ആക്കി തന്നിട്ട് നമ്മൾ ഇഷ്ടം പോലെ തിന്നിട്ടുണ്ടാവും. അന്നേരം ദാരിദ്ര്യം പിടിച്ച സമയമല്ലേ, അന്നേരം ഇങ്ങനത്തതല്ലേ ഉള്ളൂ. ഇങ്ങനത്തെ എല്ലാം അന്നേരം കിട്ടുമ്പം തന്നെ നമ്മൾ എന്നാന്ന് ഒന്നും നോക്കാണ്ട് നമ്മളങ്ങ് തിന്നു. നമുക്കെന്താ അറിയാം, നമ്മളമ്മയെല്ലാം ഇതിൻ്റെ പണിയെടുക്കുമ്പോൾ എപ്പോഴും ഇതിൻ്റെ കഥ പറയുന്ന കേൾക്കാം. ഇങ്ങനെ ഇത് ഈന്തിൻ്റെ മരം കാണുമ്പം തന്നെ പറയും, എന്താ ഇതിൻ്റെ ഈന്തും കായാന്ന് എടുത്തുകൊണ്ട് പോയിട്ട് 7 ദിവസം വെള്ളത്തിൽ കെട്ടിയിട്ടിട്ട് ഇത് പൊളന്നിട്ട് കുത്തിപ്പൊടിച്ച് പിട്ടാക്കും, ദോശ ചൂടും എന്നെല്ലാം പറയുന്ന നമ്മൾ കേൾക്കുന്നല്ലാണ്ട് നമുക്കൊന്നും അറിയില്ല എൻ്റെ ഈശോയെ. ഇപ്പം നമ്മളിത് തിന്നാൻ തുടങ്ങുമ്പം തന്നെ തിന്നാന്ന് വിചാരിക്കുമ്പം തന്നെ വിചാരിക്കും, അയ്യോ എന്നിട്ട് എന്തെങ്കിലും ആവും ഇത് തിന്നിട്ട് എന്ന്. പണ്ടുള്ളവർ ഇങ്ങനത്തതെല്ലാം തിന്നിട്ടാന്ന് അവരെ ആരോഗ്യത്തിൻ്റെ രഹസ്യം തന്നെ ഇങ്ങനത്തെയാണ്. ഇന്നുള്ളവർക്ക് ഉള്ള രോഗം തേച്ചും ഇങ്ങനത്തെ ഒന്നും തിന്നാനും പറ്റൂല, ഒന്നും തിന്നുകയും ചെയ്യില്ല. ഇത് നമ്മൾ പണിയെടുക്കുന്ന തോട്ടത്തിലുണ്ട്. ആ തോട്ടത്തിൽ നിന്ന് എൻ്റെ ഏച്ചി പറിച്ചിട്ട് പിന്നെ ഇങ്ങനെ ആക്കിയിട്ട് ഇവിടെ കൊണ്ടുവച്ചതാണ്. വെറുതെ ഒന്ന് ആ കണ്ട ഒരു രസത്തിന് വേണ്ടിയിട്ട് ഇതിങ്ങനെ ആക്കിയെന്ന് മാത്രമേ. ഇനിയിപ്പോൾ ഇത് അവർ കഴിക്കുക എന്താണെന്നൊന്നും എനക്കറിയില്ല. ഞാനെന്തായാലും കഴിക്കൂല, എനക്ക് വേണ്ട ഇത്. പിന്നെ പനേൻ്റെ കാമ്പ് തിന്നുന്ന കണ്ടിട്ടുണ്ട്. പനേൻ്റെ കാമ്പ് പൊളിച്ചിട്ട് തിന്നുന്ന കണ്ടിട്ടുണ്ട്. പിന്നെ ഞാൻ കണ്ടിട്ടുണ്ട് തിന്നുന്നേ. അതല്ല, പനേൻ്റെ കാമ്പന്നെ. നമ്മൾ വാഴേൻ്റെ കാമ്പില്ലേ നമ്മൾ പോള തേച്ച് പൊളിച്ച് കളഞ്ഞിട്ട് അതേപോലെ പനേൻ്റെ അടിയിൽ നിന്ന് ഇങ്ങനെ പനേൻ്റെ ഇങ്ങനെ തണ്ടിൻ്റെ അകത്ത് നിന്ന് പൊളിച്ചെടുത്തിട്ട് അതിൻ്റെ തിരിള് അതാ അതും തിന്നുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ പനിയുണ്ട്, പക്ഷെ നമ്മൾ ഇതുവരെ തിന്നിട്ടില്ല. അതന്നെ, ആ സാധനം തിന്നുന്ന ഞാൻ കണ്ടിനി. അങ്ങനെ എന്തെല്ലാം സംഭവമാണ് ഈ ലോകത്ത് തിന്നുന്നത്, നമുക്കതൊന്നും അറിയുകയും ചെയ്യില്ല. നമ്മളിങ്ങനെ ഓരോന്ന് ഇപ്പം കാണുന്നു. അതന്നെ കാമ്പ് പോലത്തെ സാധനം, അത് പൊളിച്ച് തിന്നുന്ന ഞാൻ ഒരു വീഡിയോ കണ്ടതാണ്, യൂട്യൂബിൻ്റെ അകത്തൊരു വീഡിയോയിൽ കണ്ടതാണ്. അത് ഇങ്ങനെ നല്ല തിന്നുമ്പോൾ നല്ല കാമ്പ് പോലെ തന്നെ തോന്നുന്നുണ്ട്. മധുരം ഉണ്ടാവുമല്ലോ, മധുരം ഉള്ളതുകൊണ്ട് ആയിരിക്കൂല തിന്നുന്നു. മധുരം ഇല്ലെങ്കിൽ തിന്നൂലല്ലോ.